KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കായുള്ള സൗജന്യ യാത്ര നാളെ മുതലാണ്. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതേസമയം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് CPIMന്റെ തീരുമാനം. എന്നാൽ UDF സർക്കാർ പറഞ്ഞതല്ല നടപ്പിലാക്കിയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വാഗ്ദാന ലംഘനം ഉണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ഇതൊക്കെ നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്സിൽ. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റു പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണമെങ്കിൽ. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. എന്നാലും പ്രതിപക്ഷം LDF ഇതിനെ എതിർക്കുന്നുണ്ട്. ഈ പദ്ധതിയെ ചരിത്രപരമായ വിഡ്ഢിത്തം എന്നാണ് CPMന്റെ ഈ ബഹിഷ്കരണ തീരുമാനത്തിൽ ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം ഉണ്ടായത്. അതുകൂടി കാണാം. ജില്ലാ ഉദ്ഘാടന പരിപാടികളിൽ നിന്നെല്ലാം CPMന്റെ MLA വിട്ടുനിൽക്കുന്നതാണ്. ആ ഒരു എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വിട്ടുനിൽക്കുന്നത് ശരിയാണോ? ചരിത്രപരമായ ചരിത്രപരമായ വിഡ്ഢിത്താവരുന്ന് മാത്രമേ ഉള്ളൂ. അവർ ബഹിഷ്കരിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ബഹിഷ്കരിക്കരുത് എന്ന് ഞാൻ ഔപചാരികമായി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇത് തൊഴിലാളി സ്ത്രീകൾക്ക് ലഭിക്കുന്ന, സാധാരണക്കാരായ വർക്കിംഗ് വിമൻ ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി അതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ CPIMനോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അവർ വിട്ടുനിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. മേഘ്ന മുരളി ചേരുകയാണ്. മേഘ്ന, പദ്ധതിക്കെതിരല്ല, പക്ഷേ എല്ലാ ബസ്സുകളിലും എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാഗ്ദാനം. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും ആ നിലയിലായിരുന്നു അന്ന് പ്രചാരണമൊക്കെ നടന്നിരുന്നത്. പിന്നീട് അത് ഓർഡിനറിയിൽ മാത്രമായി ചുരുങ്ങുന്നു. ഇതിനെതിരെയാണ് ബഹിഷ്കരണം പ്രതിപക്ഷം ആഹ്വാനം ചെയ്യുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണാഹ്വാനത്തിനിടയിലുമൊക്കെ എന്തായാലും ആ പദ്ധതി നാളെ ആരംഭിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു ദിവസം കൂടിയാണല്ലേ? അസിത, UDF സർക്കാരിന്റെ സൗജന്യ ഇന്ദിരാ ഗ്യാരണ്ടി ബസ് യാത്ര നാളെ മുതൽ നടപ്പിലാക്കുകയാണ്. VD സതീശനാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുക. അതിൽ CPM MLAമാർ വിട്ടുനിൽക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ MV ഗോവിന്ദനടക്കം പറയുന്നത് ഒരു പറ്റിക്കൽ പരിപാടിയാണ്. ആദ്യം എല്ലാ ബസ്സുകളിലും എന്ന് പറയുന്നു, പിന്നീട് ഓർഡിനറി ബസ്സിൽ നിന്ന് മാത്രം പറയുന്നു എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതിൽ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം വന്നു. അതിൽ പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു വിഡ്ഢിത്തമാകും എന്നുള്ളതാണ്. അതുപോലെ എല്ലാ MLAമാരെയും ഈ ഒരു പരിപാടിയിലേക്ക്, നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഗതാഗത മന്ത്രി പറയുന്നത്. ഇതൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും UDFും അതുപോലെ തന്നെ സർക്കാരും ഈ പരിപാടി സംഭവബഹുലമായി അല്ലെങ്കിൽ വലിയ ആഘോഷത്തോടെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ 8:30 മണിക്കാണ് ഇതിന്റെ ഫ്ളാഗ് ഓഫ് ഉണ്ടാവുക. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുക. ഇപ്പോൾ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് നാളത്തെ ഈ ഉദ്ഘാടന ബസ്സിലെ ഈ ചരിത്രത്തിലേക്ക് ടിക്കറ്റ് മുറിക്കുന്ന കണ്ടക്ടറെയാണ്. നാളത്തെ ഉദ്ഘാടന ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള ശ്രീകല ചേച്ചിയാണുള്ളത്. ജയകുമാരി ചേച്ചിയാണ്. ചേച്ചി, എന്താണ് പറയാനുള്ളത്? ഒരു വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു വനിത തന്നെയാണ്. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ KSRTCയിൽ തന്നെ ഒരുപാട് വനിതാ കണ്ടക്ടർമാരുണ്ട്. അതിൽ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ വളരെ അഭിമാനമാണ്. എങ്ങനെയാണ് ഈ ഒരു നറുക്ക് വീഴുന്നത്? അത് എങ്ങനെയാണ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം എന്നെ ചീഫ് ഓഫീസിൽ നിന്ന് ബഹുമാനപ്പെട്ട ED ഓപ്പറേഷൻ മീൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസും CTOയും ആണ് വിളിച്ചു പറഞ്ഞത്. എൻ്റെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷീല എന്ന് പറയുന്ന ഡ്രൈവറും ജയകുമാരി എന്ന് പറയുന്ന കണ്ടക്ടറുമാണെന്ന് പറയുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട്? കാരണം ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനമാണ് UDF സർക്കാർ. തീർച്ചയായിട്ടും അതിൽ ചരിത്രപരമായ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വളരെയധികം, കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു തുണിക്കടയിലോ അവിടെയൊക്കെ പോകുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ടിക്കറ്റിന് ഒരു ദിവസം 25 രൂപ 30 രൂപ ചിലവാകുമ്പോൾ 2 നേരമാകുമ്പോൾ 60 രൂപ. അത് ഒരു മാസത്തെ കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ഒരു 1800 രൂപയ്ക്കകത്ത് അവർക്ക് സേവിങ്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ സേവിങ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കൊരു മാസത്തേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിലേക്ക് ഒരു പാല് വാങ്ങിക്കുന്ന പൈസയുടെ ലാഭമായിരിക്കും. അത് വലിയ ശമ്പളം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്കതൊരു വലിയ ആശ്വാസമാണ്. പ്രസിഡന്റ് ജയകുമാരി എന്നുള്ളതാണ് പേര്. നാളത്തെ ഈ ഉദ്ഘാടനം VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ആദ്യ ബസ്സിലെ കണ്ടക്ടറാണ് ജയകുമാരി ചേച്ചി. അങ്ങനെ നല്ല ആഘോഷത്തോടു കൂടി തന്നെ നാളത്തെ പരിപാടി നടത്താനാണ് UDF ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇനി എല്ലാ ഓർഡിനറി ബസ്സുകളിലും, സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലുമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക. അതിൽ ദൂരപരിധികളില്ല, അതുപോലെ തന്നെ മറ്റ് മാനദണ്ഡങ്ങളില്ലാതെയാണ് ഈ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിൽ LDFും CPIMും പറയുന്നത് അതിലൊരു വാഗ്ദാന ലംഘനമുണ്ടായി. പ്രതിപക്ഷ
നേതാവ് അടക്കം പറയുന്നത് അതിലൊരു വാഗ്ദാന ലംഘനം ഉണ്ടായിട്ടുണ്ട്, ഒരു പറ്റിക്കൽ പരിപാടിയാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയുന്നത് ആദ്യഘട്ടത്തിലാണ് ഓർഡിനറി ശരി മേഘ്ന, എന്തായാലും ആ പരിപാടിക്ക് നാളെ തുടക്കമാകുകയാണ്. അത് വളരെ ചരിത്രപരമായ ഒരു പ്രഖ്യാപനമായി മാറുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.